കത്തോലിക്ക സഭയ്ക്ക് മുഴുവനായി അറിയാവുന്ന ഭാഗ്യങ്ങളുടെ കലവറയുള്ള ദേവാലയം. അങ്ങനെയാണ് നമ്മളുടെ തിരുവനന്തപുരം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിനെ അറിയപ്പെടുന്നത്. ഭാഗ്യങ്ങളുടെ കലവറയുള്ള ദേവാലയം. അങ്ങനെ ഒരു ദേവാലയമാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം. ദേവാലയത്തിൻ്റെ താഴെ മദ്ബഹായോട് ചേർന്ന് ഒരു കലവറ, അതാണ് ഭാഗ്യങ്ങളുടെ കലവറ. ഈ കലവറയുടെ ചരിത്രം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ 1950 ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസാണ് കത്തീഡ്രലിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. മെത്രാപ്പോലിത്തമാരുടെ ശവസംസ്കാരത്തിനുള്ള ക്രിപ്റ്റ് ആദ്യം നിർമ്മിച്ചു. പള്ളി പൂർത്തിയാക്കാൻ ഏകദേശം 15 വർഷമെടുത്തു. നിരവധി പ്രധാന സംഭവങ്ങൾക്ക് കത്തീഡ്രൽ സാക്ഷ്യം വഹിച്ചു. 1953 ജനുവരി 29 ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗീഗോറിയോസിൻ്റെ തൃക്കൈയാൽ ക്രൂദാശ ചെയ്യപ്പെട്ടു. 1953 ജൂലൈ 15 ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് അന്തരിച്ചു. ഇപ്പോൾ അദ്ദേഹം ടോം ഓഫ് ദി കത്തീഡ്രൽ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കുന്നു. കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത് മിസ്റ്റർ റോബർട്ട് ഫെർണാണ്ടോയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ഫാദർ സെറാഫോൺ ഒയേസിയുമാണ്. കത്തീഡ്രലിലുള്ള ഫെറസ്കോ പെയിൻറ്റുകൾ ഫ്രഞ്ച് കലാകാരിയായ മിസ് മേരി ബറാഞ്ചും വരച്ചു. അവ ആധുനികവും പ്രതീകാത്മകവും ആശയത്തിലും രൂപകൽപ്പനയിലും പൗരസ്ത്യവുമാണ്. 1965 ഫെബ്രുവരി 22 ബെനഡിക്ട് മാർ ഗീഗോറിയോസ് കത്തീഡ്രൽ വിശുദ്ധമായി സമർപ്പിക്കുകയും പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിക്കുകയും ചെയ്തു. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ തൻ്റെ ചരിത്രപ്രധാനമായ സന്ദർശനത്തിലൂടെ കത്തീഡ്രലിനെ അനുഗ്രഹിച്ചു. ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗീഗോറിയോസ് 1994 ഒക്ടോബർ 10 അന്തരിച്ചു. മോറൻമോർ സിറിൽ ബസേലിയോസ് കത്തോലിക്കോസ് 2007 ജനുവരി 18 അന്തരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ദേവാലയം എന്നും ഒരു കൗതുകമായിരുന്നു. കാരണം എൻ്റെ പള്ളിയിൽ നിന്നും അടുത്തുള്ള പള്ളികളിൽ നിന്നുമൊക്കെയും ജൂലൈ 15 ആവുമ്പോൾ പദയാത്രയായിട്ട് ഒരു 4-5 ദിവസത്തെ യാത്ര തിരുവനന്തപുരം കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പിതാവിനെ കാണാനായി. അപ്പോൾ എനിക്കും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ വീട് കോന്നിയാണ്. കോന്നിയിൽ നിന്ന് പത്തനംതിട്ട വരെയൊക്കെ ഞാൻ നടന്നിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ പിതാവിനോട് പറഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പിന്നെ വിവാഹത്തിന് ശേഷം എപ്പോഴും പോകാൻ പറ്റുന്ന രീതിയിൽ നീ എപ്പോൾ വേണേലും വന്നോ എന്നുള്ള രീതിയിൽ എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടെത്തിച്ചു. പ്രാർത്ഥനയെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദേവാലയം, ഒരു കത്തീഡ്രൽ. നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിനെ അടക്കം ചെയ്ത ആ ഒരു കത്തീഡ്രലിൻ്റെ അകംഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഒരു ഇടനാഴികളിലൂടെ, ഇടുങ്ങിയ വഴികളിലൂടെയാണ് നമ്മൾ ആ ഒരു കത്തീഡ്രലിനകത്തോട്ട് പ്രവേശിക്കുന്നത്. അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ അച്ഛന്മാർക്ക് മദ്ബഹായിൽ നിന്ന് കുർബാന ചൊല്ലാൻ പറ്റുന്നത് ആയ ഒരു ചെറിയ മദ്ബഹ, ഒരു ത്രോണോസ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചരിത്രം തന്നെ എഴുതിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. ചരിത്ര താളുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മലങ്കര സഭയുടെ പുനരൈക്യ ശില്പിയും സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിൻ്റെ കാരണക്കാരനുമാണ് ധന്യൻ മാർ ഇവാനിയോസ്. മാവേലിക്കര പണിക്കർ വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി 1882 സെപ്റ്റംബർ 21 ധന്യൻ മാർ ഇവാനിയോസ് ഭൂജാതനായി. ഗീവർഗീസ് എന്നായിരുന്നു ആദ്യ പേര്. 1887 1897 കാലഘട്ടത്തിൽ സാമാന്യ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. 1899 കാലഘട്ടങ്ങളിൽ കോട്ടയത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തീകരിച്ച് 1900 ഷെമ്മാശപ്പട്ടം സ്വീകരിച്ചു. റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ 2 സന്യാസ സമൂഹങ്ങൾ, ഒന്ന് പുരുഷന്മാർക്കായും മറ്റൊന്ന് സ്ത്രീകൾക്കായും. 1919 പുരുഷന്മാർക്കും 1925 സ്ത്രീകൾക്കുമായിട്ടും അങ്ങനെ 2 സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ചു. ഓട്ടോ സഭയിലാണ് പിതാവ് ഷെമ്മാശപ്പട്ടവും അച്ചപ്പട്ടവും അവിടുത്തെ വൈദികനായിരുന്നു എങ്കിലും 1930 ആയപ്പോഴേക്കും പിതാവ് അവിടുന്നും കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുകയുണ്ടായി. 1933 മാർച്ച് 12 മലങ്കര ഹയറാർക്കി രൂപപ്പെട്ടു മാർ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ.
1953 ജൂലൈ 15 ചരമമടഞ്ഞു. 2007 ദൈവദാസനായി പ്രഖ്യാപിക്കുന്നു. 2024 മാർച്ച് 14 ആയപ്പോഴേക്കും ധന്യൻ മാർ ഇവാനിയോസായി മാറി. മലങ്കര സഭയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ.